ഗൈസ് ആക്ച്വലി ഞങ്ങൾ എപ്പോഴും പുറത്ത് പോകണമെങ്കിൽ എല്ലാവരോട് പോകണമെങ്കിൽ കാറിനായിരിക്കും പോണത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കാർ പക്ഷേ ഇന്ന് അവിടെയാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് കാറിനല്ല പോകുന്നത്. ഇന്ന് ഞങ്ങൾക്കൊരു സൂപ്പർ സർപ്രൈസ് ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും സർപ്രൈസ് അല്ല, നിങ്ങൾക്ക് സർപ്രൈസ് ആയിരിക്കും. കുറേ നാളത്തെ ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ഞങ്ങളുടെ എന്ന് പറയാൻ പറ്റില്ല, ഇച്ചായൻ്റെ ഒരു ആഗ്രഹമാണ്. കാരണം ഇച്ചായന് ഫസ്റ്റ് ഉണ്ടായ അത് പറയണില്ല, ബാക്കി നമുക്ക് കാണാം. നമ്മളപ്പോൾ ഓട്ടോയ്ക്ക് കയറി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇച്ചാൻ ഫുൾ ഓണായിരുന്നു അന്നത്തെ ദിവസം. കുറേ ദിവസമായിട്ട് ഇച്ചാൻ ഇത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പേയ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 days ഡെലിവറി ടൈം ഉണ്ടായിരുന്നു, അത് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇച്ചാൻ ഓരോ ദിവസവും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബൈക്ക് ഇന്ന് വരും. അങ്ങനെ മോർണിംഗ് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈവൻ ചിലപ്പോൾ ഇന്ന് ഡെലിവറി ഉണ്ടാകും, അല്ലെങ്കിൽ നാളെ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഒരു 2 മണിയായപ്പോൾ കോൾ വന്നു, ഇന്ന് ഡെലിവറി ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇച്ചാൻ ഭയങ്കര സന്തോഷിപ്പിച്ചാൻ പോവാൻ കുറേ വർക്കിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇച്ചാൻ അതൊക്കെ മാറ്റി വെച്ചു, നമുക്ക് റെഡിയാവും പോവാന്നും പറഞ്ഞു. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇവൻ ഇച്ചാനും മാത്രമല്ലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റും ഹാപ്പിനെസ്സും ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഏൺ ചെയ്ത ക്യാഷ്, ഇത് നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് നമ്മൾ ഏൺ ചെയ്ത ആ ഒരു ക്യാഷിന് നമുക്കൊരു അസറ്റ്, ഞങ്ങൾക്ക് ഏറ്റവും വിലമതിക്കുന്ന ഒരു സാധനം തന്നെയായിരുന്നു അത്. കാരണം ഇച്ചാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു ഒരു വണ്ടിയായിരുന്നു ഈ വണ്ടി. വേറെ ഒന്നും അല്ല, ഞാൻ ആദ്യം ഉണ്ടായിരുന്ന വണ്ടി കുറേ നമുക്ക് ഫിനാൻഷ്യൽ കുറേ ഇഷ്യൂസ് വന്നപ്പോൾ അത് ഞങ്ങൾ വിറ്റു. അങ്ങനെ ഒത്തിരി പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഫിനിഷ് ചെയ്തു. പിള്ളേർ നല്ല അലമ്പായിരുന്നു. കാരണം അവരുടെ ഉറക്കത്തിന്റെ ടൈമായിരുന്നു ആ സമയത്ത് അവിടെ കൊണ്ടുപോയി. ആ ടൈം പിള്ളേർക്ക് അറിയില്ലല്ലോ നമുക്ക് ഇവിടെ ഈ വണ്ടി വാങ്ങിക്കാൻ വന്നേക്കണെന്ന്. അവരുടെ ആ ഒരു ഷെഡ്യൂൾ മൊത്തം തെറ്റി. അങ്ങനെ അവർ കുറച്ച് നല്ല അലമ്പായിരുന്നു. അവിടെ കിടന്ന് ഓടിക്കളിയും കരച്ചിലായി. ലാസ്റ്റ് രണ്ടും ഉറങ്ങി ഇങ്ങോട്ട് തിരിച്ചു വന്ന വഴിക്ക്. അങ്ങനെ കുറേ സീൻ ഉണ്ടായിരുന്നു. അപ്പം നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. ഇതൊരു മെമ്മറബിൾ ഡേ ആയിരുന്നല്ലോ. അപ്പം നമ്മളൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് നമ്മൾ കാര്യം ഷെയർ ചെയ്തു. അപ്പോൾ അവർ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ, അങ്ങനെ ചെയ്യാവുന്ന രീതിയിൽ. അപ്പോൾ അവർ എന്നെ അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഈ വീഡിയോ നിങ്ങൾ ഷോർട്ട് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാക്കി അത്യാവശ്യം അതൊരു വൈറലായിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് നമ്മളത് ഇട്ടിച്ചത്. 3നും അത് അത്യാവശ്യം വൈറലാണ്. അപ്പം ഇങ്ങനെയായിരുന്നു നമ്മുടെ വണ്ടി ഡെലിവറി ചെയ്തത്. ആക്ച്വലി നല്ലൊരു മൊമെന്റ് ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായ ഒരു മൊമെന്റ്. ദെൻ കീ ഹാൻഡ് ഓവർ ചെയ്തു. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒരു കൊച്ചാഗ്രഹമായിരുന്നു ഇതും. ഇങ്ങനെ സാധിച്ച് എടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അന്നത്തെ ഒരു ദിവസം. കാരണം നമ്മുടെ ലൈഫിൽ കുറേ ആഗ്രഹങ്ങളിൽ ഇങ്ങനെ ഒരു കൊച്ചു ആഗ്രഹങ്ങൾ സാധിച്ച് കിട്ടുന്നതിൽ അത് ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ്. നമ്മുടെ ലൈഫിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യണം. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ആരും നമ്മുടെ കൈ കൊണ്ട് തരത്തില്ല. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്ത, അല്ലെങ്കിൽ എനിക്കൊരു മെമ്മറബിൾ ഡേ ആവാൻ എന്നെ കൊണ്ട് ചിന്തിപ്പിച്ച ഒരു കാര്യം ഇതുകൂടിയായിരുന്നു. അങ്ങനെ ഞങ്ങള് ബൈക്കൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിയിട്ട് നേരെ കാർ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. ബില്ല് വന്നു കുറെ ഫുഡ് കഴിച്ചു. പക്ഷെ ഫുഡ് കഴിക്കാനൊന്നും കാണിക്കാൻ പറ്റില്ല കഴിച്ചായിരുന്നു കൊണ്ടെല്ലാം വിശന്നിരിക്കണായിരുന്നു എല്ലാവർക്കും. പിന്നെ പിള്ളേരെ കൊണ്ട് വെച്ചിട്ട് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ലാസ്റ്റ് ഒരു ഡെസേർട്ടിൽ ഞങ്ങൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തത്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേ. ബൈ.